ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓപ്പോ എ സീരീസിൽപ്പെട്ട ഒരു ഫോണിനെ കുറിച്ചാണ്. ഓപ്പോ A77s എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെതാണ്. ഇതിനു മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പോ A77 എന്ന മോഡലിൻ്റെത്. ഓപ്പോ A77ഉം ഓപ്പോ A77s രണ്ട് ഫോണും നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസിങ് വരുന്നത് 18,000-20,000 രൂപയുടെ ഉള്ളിലാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. എന്തായാലും നമുക്ക് ഈ ഫോണിന്റെ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഐറ്റം പുറത്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ബോക്സ് ആണുള്ളത്. എല്ലാ ഓപ്പോയുടെ ഫോണിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലും വരുന്ന പോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് കേബിള്, സിം എജക്റ്റിംഗ് ടൂള്, യൂസർ മാനുവൽ, TPU കേസ്. അത്യാവശ്യം ക്വാളിറ്റി കിട്ടുന്നൊരു കേസാണിത്. ഓപ്പോയുടെ ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള TPU കേസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വാളിറ്റി ഇതിന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോൺ ഇവിടെ ഉണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫോൺ നോക്കാം. 177 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ് വരുന്നത്. അതുപോലെ 190 ഗ്രാമാണ് ഇതിൻ്റെ ഒരു ഭാരവും വരുന്നത്. അത്ര വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ. ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസർ ഉള്ളത്. പിന്നെ മുകളിലായിട്ടൊന്നും തന്നെ വരുന്നില്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സും സിം ട്രേ ആണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു സിം ട്രേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 2 സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ കിട്ടുന്നുണ്ട്. ഈ ഫോണിൻ്റെ താഴെ ഭാഗത്തായിട്ട് 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, മെയിൻ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. അപ്പോൾ ഫോണിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഒരു ലെതർ ഫിനിഷിലാണ്. നല്ല അടിപൊളി കളറിലാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. നല്ല ഗ്രിപ്പൊക്കെ കിട്ടുന്നുണ്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സൺസെറ്റ് ഓറഞ്ച് എന്ന കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് കൂടാതെ സ്റ്റെറി ബ്ലാക്ക് എന്ന കളറും ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പൊ A77 എന്ന മോഡൽ വന്നിട്ടുള്ളത് ഒരു മാറ്റ് ഫിനിഷിലാണ്. ഇത് വരുന്നത് ഒരു ലെതർ ഫിനിഷിലാണ്. അപ്പൊ ക്യാമറ ഇരിക്കുന്ന ഒരു ഭാഗം ഒരു ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത്. 2 ക്യാമറയും ഒരു ഫ്ലാഷുമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ഓപ്പോ A77 എന്ന മോഡലാണ്. അപ്പോൾ ഇപ്പോൾ ഇത് പുതിയതായിട്ട് നമ്മൾ റിവ്യൂ ചെയ്ത ഓപ്പോ A77s എന്ന മോഡലാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ സിമിലർ ആയിട്ടുള്ള ഡിസൈനിലാണ് ഇത് വരുന്നത്. ആ ക്യാമറ മൊഡ്യൂളൊക്കെ തന്നെ സെയിം ആണുള്ളത്. പിന്നെ ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ A77 വരുന്നത് ഒരു മാറ്റ് ഫിനിഷിലാണെങ്കിൽ A77s വരുന്നത് ഒരു ലെതർ ഫിനിഷിലാണ്. അത്ര ഡിഫറൻറ്റ് ഉള്ളൂ. ഇനി ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.56 ഇഞ്ചിന്റെ HD+ IPS LCD 90 Hz റീഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമ്മൾ ഈ ഫോണിന് കിട്ടുന്നത്. ഒരു കാര്യം ഓർക്കണം, ഇതിൽ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ അതിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് HD+ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും ഒരു ഫുൾ HD ക്വാളിറ്റി പോലെ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഡി ആണ്. 600 nits ആണ് ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വീഡിയോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്ന ക്വാളിറ്റി 1080p-ലാണ്. പിന്നെ നമുക്കറിയാം വിവോ ആയാലും ഓപ്പോ ആയാലും ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെ കൂടുതലും ഇതേപോലെ നോച്ച് ഡിസ്പ്ലേ ആണ് തരാറ്. ഇതിലും അതേപോലെ തന്നെ നോച്ച് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു HD ഡിസ്പ്ലേ കിട്ടുന്നത് ഒരു പോരായ്മയായിട്ട് തന്നെ പറയാം. കാരണം ഈ ഒരു സമയത്തൊക്കെ HD ഡിസ്പ്ലേ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഫോണുകളിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ടോട്ടലി ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്ത് ഒരു മിനിമം ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ Android 12 കളർ OS 2.1 ആണുള്ളത്. അതുപോലെ Qualcomm Snapdragon 680 4G എന്നൊരു ഒക്ടാകോർ പ്രോസസ്സറാണ് ഈ ഫോൺ കിട്ടുന്നത്. പിന്നെ Adreno 610 എന്നുള്ള ഒരു ഗ്രാഫിക്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയത് എന്താ വെച്ചാൽ ഈ ഒരു ഫോൺ വരുന്നത് 4G ആണ്, 5G ഫോണല്ല. അപ്പോൾ അതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10,000 രൂപ മുതൽ അങ്ങോട്ടുള്ള ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രോസസ്സറാണ് Snapdragon 680 എന്ന ഈ ഒരു പ്രോസസ്സർ. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ക്വാളിറ്റി മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു പ്രോസസ്സറിനുള്ളത്. വലിയ ലാഗോ അല്ലെങ്കിൽ ഹാങ്ങിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പ്രോസസ്സറാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹെവി യൂസിനൊന്നും പറ്റില്ല. ഹെവി ഹൈ ക്വാളിറ്റി ഗെയിംസ് ഒക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പ്രോസസ്സറല്ല. നോർമൽ രീതിയിലുള്ള ഗെയിംസ് ഒക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് കളിക്കാൻ പറ്റിയൊരു പ്രോസസ്സറാണ്. ഇനി ഈ ഫോൺ വരുന്നത് ഒരു വേരിയന്റിലാണ് 8GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇട്ടതിൽ എക്സ്പെൻഡ് ചെയ്യാൻ പറ്റും. 1TB വരെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറിന്റെ കപ്പാസിറ്റി. പിന്നെ റാം എക്സ്പെൻഡബിൾ ഓപ്ഷൻ ഇതിലുണ്ട്. 2GB 3GB 5GB എന്നിങ്ങനെ നമുക്ക് റാം എക്സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം ഓപ്പോയുടെ അധിക ഫോണിലും ഇതേപോലെ റാം എക്സ്പെൻഡബിൾ തന്നെയാണ് വരുന്നത്. ഇനി ഫോണിൽ 2 ക്യാമറ ആണ് വരുന്നത്. 50 MP ഒരു മെയിൻ ക്യാമറ, 2 MP ഒരു മാക്രോ ക്യാമറ. അതുപോലെ ഇതിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ഫുൾ HDയിൽ 30 frames/second. ഇതിൽ പിന്നെ അൾട്രാ വൈഡ് ക്യാമറ വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് വൈഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതിലെടുത്തിട്ടുള്ള ഫോട്ടോസിനായാലും വീഡിയോസിനായാലും ഒരു ആവറേജ് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുള്ളൂ. ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 8 MP ഒരു ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു ക്യാമറയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ഫുൾ HDയിൽ 30 frames/second തന്നെയാണ്. അപ്പോൾ ഇതിലെടുത്ത ഫോട്ടോസിന് ഒരു ആവറേജ് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. വലിയൊരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നല്ല ലൈറ്റുള്ള സമയത്ത് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ.
ഇതിന്റെ മുമ്പേ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള Oppo A77ലുള്ള അതേ ക്വാളിറ്റി തന്നെയാണ് ക്യാമറയിൽ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ യാതൊരു മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇനി ഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അപ്പോൾ സൗണ്ടിലൊന്നും യാതൊരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ല ലൗഡ് സൗണ്ട് കിട്ടുന്നുണ്ട്. താഴെ ഭാഗത്തെ സ്പീക്കറിൽ നിന്നാണ് കൂടുതൽ സൗണ്ട് വരുന്നത്. മുകളിൽ നിന്നായിട്ട് ചെറിയ സൗണ്ട് മാത്രമേ ഉള്ളൂ. അത് നമുക്കറിയാം, എല്ലാ ഇതുപോലുള്ള സ്റ്റീരിയോ ഫോണിന്റെ സ്പീക്കറിൽ ഇതേപോലെ താഴെ തന്നെയാണ് കൂടുതൽ സൗണ്ട് വരാറ്. ഇനി ഫോണിൽ സെക്യൂരിറ്റി ലോക്ക് ആയിട്ട് വരുന്നത് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ലോക്കാണ്. ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര സ്പീഡ് ഉണ്ടെന്ന്. ഇപ്പോൾ ഫിംഗർ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ആകുമ്പോൾ തന്നെ സെൻസ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നല്ല ഫാസ്റ്റിൽ തന്നെയാണ് ഫിംഗർ സെൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഫേസ് ലോക്ക് നോക്കി നോക്കാം എത്ര സ്പീഡ് ഉണ്ടെന്ന്. അപ്പോൾ ഫേസ് ലോക്കിനൊക്കെ എത്രമാത്രം സ്പീഡ് ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വളരെ സെക്കൻഡ് കൊണ്ട് തന്നെയാണ് ഫേസ് ആയാലും ഫിംഗർ പ്രിന്റ് ആയാലും സെൻസ് ആയിട്ട് വരുന്നത്. ഇനി ഫോണിൽ 5000 mAh വലിയ ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിന്റെ അകത്ത് 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റേത് ബ്രാൻഡിലും നോക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും വലിയ ഫാസ്റ്റ് ചാർജർ ഒന്നും കിട്ടാറില്ല. അപൂർവമായിട്ടുള്ള ഫോണുകളിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കിട്ടാറ്. പക്ഷേ Oppo അധിക ഇതുപോലുള്ള ഫോണിന്റെ കൂടെ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് തരുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. വെറും 70 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് 100% ചാർജ് ആവുന്നത്. അപ്പോൾ നല്ല സ്പീഡിൽ തന്നെ ചാർജ് ആവുന്നുണ്ട്. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 2.4 5 GHz സപ്പോർട്ടാണ്. വോൾട്ടി കോളിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിംഗ്, സ്ക്രീൻ മിററിംഗ്, NFC വരുന്നില്ല. ബ്ലൂടൂത്തിന്റെ വെർഷൻ വരുന്നത് 5.1 ആണ്. പിന്നെ OTG സപ്പോർട്ടാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫോൺ വരുന്നത് ഒരു വേരിയന്റിലാണ് 8GB ആൻഡ് 128GB. ഇതിന്റെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 849 dirhams ആണ്. ഇന്ത്യയിലെ ഏകദേശം 17,999 രൂപയാണ് വരുന്നത്. അപ്പോൾ Oppo A77ലും A77s തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്ത് രണ്ടിലും തന്നെ സെയിം ആണ് വരുന്നത്. HD+ ഡിസ്പ്ലേ തന്നെ കിട്ടുന്നുള്ളൂ. അതുപോലെ പ്രൊസസർ സൈഡ് നോക്കുന്ന സമയത്ത് Dimensity 810 എന്നൊരു പ്രൊസസറാണ് A77ൽ വരുന്നത്. എന്നാൽ നമ്മൾ A77s വരുന്നത് Qualcomm Snapdragon 680 എന്നുള്ള ഒരു പ്രൊസസറാണ്. രണ്ട് ഫോണും തന്നെ 4G ആണ് വരുന്നത്. പിന്നെ 6GB RAM 128GB സ്റ്റോറേജ് ആണ് നമ്മൾ A77ൽ വരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിൽ 8GB RAM 128GB നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ Oppo A77ൽ നിന്ന് Oppo A77s ഇറക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ചും കൂടെ മാറ്റമൊക്കെ വരുത്തിയിട്ട് ഇറക്കായിരുന്നു. ഇതിപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനിലും ഫീച്ചേഴ്സിലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു ഫുൾ HD ഡിസ്പ്ലേ കൊടുക്കുക, അതുപോലെ ക്യാമറയിൽ മാറ്റം വരുത്തുക, ഒരു 5G ആക്കി ഇറക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു ഈ ഫോണ്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസ് കൂടുതലല്ല എന്ന് ചോദിക്കാൻ നല്ല കൂടുതൽ തന്നെയാണ്. നമുക്കറിയാം ഇതിലും കുറഞ്ഞ പ്രൈസിൽ 5G ഫോണുകൾ വരെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഒരു സമയത്ത് HD+ ഡിസ്പ്ലേയും നോച്ച് ഡിസ്പ്ലേ, ക്യാമറയിലും അത്ര വലിയ പെർഫോമൻസ് ഒന്നും കാണാൻ സാധിച്ചില്ല. പ്രൊസസർ ആണെങ്കിലും ഒരു ആവറേജ് പ്രൊസസറാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു 13,000-14,000 രൂപയുടെ ഫോണിന്റെ ഫീച്ചേഴ്സ് മാത്രമാണ് ഈ ഒരു ഫോണിലുള്ളത്. ആ ഒരു സമയത്ത് 18,000 രൂപയ്ക്ക് ഈ ഫോണിന് കൊടുത്തത് നല്ല കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ Oppo A77s എന്ന മോഡലിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് ഇതുപോലുള്ള ടെക് വീഡിയോസും കുറേ ഫിഷിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ഓൺ ആക്കി വെക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.